അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചോക്കോച്ചി. വെരി ഹാപ്പി. ഇപ്പോൾ നമ്മൾ കൊച്ചി സിയാലിൽ എയറോ ലോഞ്ചിലെ എയറോ ലോഞ്ചിലാണുള്ളത്. പുതിയ ലോഞ്ചാണ്. സോ ഇന്ന് ഞാൻ 2 മണി 2:15 നൈറ്റ് അപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ സിയാലിലെ ഒരു എയറോ ലോഞ്ചിലാണ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഡേ 20. ഇന്നത്തെ നമ്മളൊരു ബ്രാൻഡിൻ്റെ ഡിസ്കഷൻ ഇരുന്നല്ലോ. So what's your thought on this? We pitched a brand which is going to be global, from India to global. അടിപൊളി ഡിസ്കഷൻ ആയിരുന്നു. മോസ്റ്റ്ലി ഒരു 2 hours നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. ഒരു പ്രൊപ്പോസൽ പ്രസൻറ്റേഷൻ ആൻഡ് 2 hours. നോർമലി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മളൊരു ക്ലയൻറ്റിന് പ്രപ്പോസൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഞങ്ങളൊരു പ്രോസസ്സ് എങ്ങനെയെന്നുണ്ടാവും. എന്നിട്ട് ആ പ്രോസസ്സ് കൊണ്ട് ക്ലയൻറ്റിന് എന്ത് ബെനിഫിറ്റ്സ് ആണ് ഞങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലയൻറ്റിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ക്ലയൻറ്റിന് കൂടുതൽ അറിയേണ്ടത് ഞങ്ങൾ ചെയ്യുന്ന വർക്കിൽ അവർക്ക് എന്ത് റിസൾട്ട് കിട്ടുമെന്നല്ല, എത്രത്തോളം ആ ക്ലയൻറ്റിനെ പറ്റി ഞങ്ങൾ റിസർച്ച് ചെയ്തു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര ഒരു തോട്ട് പ്രോസസ്സാണ്. പക്ഷേ ഞങ്ങളൊരു ഏജൻസീൻ്റെ ഒരു സ്പെഷ്യലൈസേഷനും ഞങ്ങളൊരു കോറെന്നും പറഞ്ഞാൽ ഈ റിസർച്ച് തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഇന്നത്തെ ക്ലയൻറ്റ് മീറ്റിംഗ് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയൊരു കാര്യം. ഇപ്പോൾ കാരണം കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ചെയ്ത റിസർച്ച് എന്തൊക്കെയാണെന്നൊന്നും ചില ക്ലയൻറ്റ്സ് നമുക്ക് പറയാനൊന്നും പറ്റാറില്ല. ആ റിസർച്ചിൻ്റെ ബേസ്ഡ് ആയിട്ട് ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു പ്രപ്പോസ് യു ആൻഡ് ദിസ് വിൽ ബി ദ ഔട്ട്കംസ് യു ആർ എക്സ്പെക്ടിങ് എന്നിട്ട് വിൽ ബി ട്രൈങ് ഫോർ ദാറ്റ്. പക്ഷേ ഇന്നത്തെ ക്ലയൻറ്റ് ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തതെന്നാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഞങ്ങൾ ഈ ക്ലയൻറ്റിനെ പറ്റി മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ, ഇവരെ SEO ഓഡിറ്റ്, ബേസിക് SEO ഓഡിറ്റ് മുതൽ വെരി ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാനിങ്ങിലേക്ക് വരെ ഞങ്ങളുടേതായ ഒരു ടേക്ക്. അപ്പോൾ ക്ലയൻറ്റിന് ഭയങ്കര ഹാപ്പിയായി. ആൻഡ് ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നു ആ ഒരു റിസർച്ച് കൊണ്ട് മാത്രമായിരിക്കും ഈ ക്ലയൻറ്റ് നമ്മളോടൊരു പ്രത്യേക താല്പര്യം തോന്നാന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പോൾ സൽമാൻ്റെ വ്ളോഗിൽ പറയുന്ന പോലെ എല്ലാ വ്ളോഗിൻ്റെ എൻഡിലൊരു ലെസൺ പറയാറില്ലേ, അതേപോലെ നമ്മളൊരു ക്ലയൻറ്റിനെ എടുക്കുകയാണെങ്കിൽ ദ വൺ തിങ് ഭയങ്കര കോറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം റിസർച്ച് റിസർച്ച് റിസർച്ച്. അപ്പോൾ നമ്മളിന്നത്തെ ഒരു കോർ ഡിസ്കഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലയൻറ്റ് പിച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏകദേശം 2 hours ആ ക്ലയൻറ്റ് പിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷേ ഒരു 3 days മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലയൻറ്റിന് ആ കമ്പനിയുടെ വൺ ഓഫ് ദ കോ-ഫൗണ്ടറാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് അതിൻ്റെ CEO, ആ ബ്രാൻഡിൻ്റെ CEOയുമായിട്ടുള്ളൊരു ഓൺലൈൻ ഡിസ്കഷൻ. അവർ ബാംഗ്ലൂർ ബേസ്ഡ് ബ്രാൻഡാണ്. ബേസിക്കലി കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതല്ല, ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡായിട്ടാണ് നമ്മളതിനെ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് ഏകദേശം ഞാനൊരു 1 hourൻ്റെ അടുത്ത് ഞാൻ അന്ന് തന്നെ ഓൺലൈൻ സിഇഒൻ്റെ അടുത്ത് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ കംപ്ലീറ്റ്ലി ഒരു എന്താണ് അവരുടെ ബ്രാൻഡ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഔട്ട്പുട്ട് ഞാൻ എൻ്റെ ടീമിന് ഷെയർ ചെയ്തു. സ്പെഷ്യലി മുസ്തുവാണ് അതിനെ ഹെഡ് ചെയ്യുന്നത്. അത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരു ഡീറ്റെയിൽഡ് പ്രസൻറ്റേഷൻ അപ്പോൾ പ്രപ്പോസലിൽ ക്രിയേറ്റ് ചെയ്യുക ചെയ്തത്. ആ പ്രപ്പോസലിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറേ എന്താ പറയുക സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ഉണ്ട്. അത് വൺ ഓഫ് ദ ഈ പറഞ്ഞ പോലെ റിസർച്ചിലാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ബിഫോർ ഗിവിങ് പ്രപ്പോസൽ നമ്മളൊരു മിനിമം 3 days അല്ലെങ്കിൽ 4 days ടൈം ചോദിക്കാറുണ്ട്. ബിക്കോസ് ഒന്നിനുമല്ല, നമുക്ക് ചിലപ്പോൾ ഒരു 1 hour കൊണ്ട് പ്രപ്പോസൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് തിങ്ക് ചെയ്യാനാണ് കൂടുതലും സമയം എടുക്കുക. തിങ്ക് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യണം, പ്ലാൻ സെറ്റ് ചെയ്യണം, ദെൻ അതിൻ്റെ ഫ്രെയിം വർക്ക്സ് സെറ്റ് ചെയ്യണം. ഓരോ ബ്രാൻഡിനും ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ആ പ്രപ്പോസലിന് മുമ്പ് വരെ ഞങ്ങൾ മീൻസ് പ്രസൻറ്റേഷന് മുമ്പ് വരെ അതിൻ്റെ കുറേ ഡിസ്കഷൻ നമുക്ക് അങ്ങനെ പിച്ചിൽ ആഡ് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ എലമെൻറ്റ്സ് ആഡ് ചെയ്യാം, SEO ഓഡിറ്റ് ആഡ് ചെയ്തു, അതേപോലെ തന്നെ ബ്രാൻഡിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതൊരു അപ്പാരൽ ബ്രാൻഡാണ്. അപ്പോൾ അപ്പാരൽ ബ്രാൻഡിലേക്ക് വരുന്ന സമയത്ത് അറിയാം ഇന്ത്യയിൽ വലിയൊരു കോമ്പറ്റീഷൻ ഉള്ളൊരു ഏരിയയാണ്. എസ്പെഷ്യലി ഇത് D2C സെഗ്മെൻറ്റ് കൂടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ഒബ്വിയസ്ലി വരുന്നുണ്ട് ഇൻ ഫ്യൂച്ചറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടേതായിട്ടുള്ള കുറേ എക്സ്പെർട്ടൈസ് സാധനങ്ങൾ അതിൽ വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ കൂടുതലും ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പിച്ച് ചെയ്തെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവർ
എത്രത്തോളം അവരുടെ ഒരു കൺസേൺസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ടീം ആക്ട് ചെയ്യുന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ DXito ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു ടീം ഓഫ് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊളാബറേറ്റ് ചെയ്തും അസോസിയേറ്റ് ചെയ്തിട്ടുമാണ് ഓരോ പ്രൊജക്റ്റും നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റേതായിട്ടുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇറക്കും. ഇപ്പോൾ ഹെൽത്ത് കെയർ ആണെങ്കിൽ ഹെൽത്ത് കെയറിൽ ഓൾറെഡി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം കണക്ട് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ലേൺ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് അവരുടെ സജഷൻസും അവരുടെ മെൻറ്റർഷിപ്പും ഇൻപുട്ടെല്ലാം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രപ്പോസലും പ്ലാനും കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയൊക്കെ ഡെവലപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ടുഡേയ്സ് അപ്ഡേറ്റ് ആക്ച്വലി. അതുമാത്രമല്ല, ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ലിമിറ്റ്ലെസ്സിൻ്റെ ഒരു ക്യാമ്പയിൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10-15 പേര് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ലിമിറ്റ്ലെസ്സിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് വേണമെങ്കിൽ താഴെ എടുക്കാം. സെൽവ മജാനാണ് അതിനെ കംപ്ലീറ്റ് വർക്ക്ഷോപ്പ് ചെയ്യുന്നത്. സോ അത് DXito പവേർഡ് ബൈ DXito ഒരു പ്രോഗ്രാമാണ്, സ്പോൺസർ ചെയ്യുന്നൊരു പ്രോഗ്രാം കൂടിയാണ്. അപ്പം ഡെഫിനറ്റ്ലി അത് ഒരു മൈൻഡ്ഫുൾ വർക്ക്ഷോപ്പ് ആയിരിക്കും. ഷീസ് ഗിവിങ് ലോട്ട് ഓഫ് വാല്യൂസ്. കാരണം ഒരു കേരളത്തിൽ നിന്നും വന്ന അത് മലബാറിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി, അത് മിഡിൽ ക്ലാസ് ബിലോ ആയിട്ടുള്ള പെൺകുട്ടി എങ്ങനെ ലോകത്തിൽ അറിയപ്പെടുന്ന ഫോർമുല ഡ്രൈവ് കാറ്റഗറിയിൽ എത്തിപ്പെട്ടു എന്നുള്ളത്, അതും ഇന്ത്യയിലെ ആദ്യത്തെ വുമണാണ്. അപ്പം കഴിഞ്ഞ മാസം അവൾ ലോസ് ആഞ്ചൽസിൽ US അവൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു മെർസിഡീസിൻ്റെ അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഒരു ഫോർമുല കാറ്റഗറിയിൽ ഒരു ക്രിയേറ്റർ മീറ്റപ്പ്, മീൻസ് ഫോർമുല മീറ്റപ്പ്, ഡ്രൈവേഴ്സിൻ്റെ ഒരു മീറ്റപ്പ്. ആ മീറ്റപ്പിൽ ഒഫീഷ്യലി അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇതുപോലെ നമ്മുടെ നാട്ടിലും ഒരുപാട് എന്താ പറയുക സ്കിൽഡ് ആയിട്ടുള്ള ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷേ ദേ ഡോണ്ട് ഹാവ് എനി സപ്പോർട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അത് ചിന്തിക്കണം വെച്ചാൽ ഈ പെൺകുട്ടിക്കും ഒരു സപ്പോർട്ടും ഫ്രം ദ സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഫാമിലിയിലുള്ള ഒരു മെൻ്റൽ സപ്പോർട്ട് മാത്രമാണ് ആ കുട്ടീനെ കൂടുതലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സോ സെൽവ ഈസ് ദ വൺ ഓഫ് ദ എക്സാമ്പിൾ. വി ഡോണ്ട് നീഡ് എനി സപ്പോർട്ട് ഫോർ അച്ചീവ് അവർ ഗോൾസ്, അവർ ഡ്രീംസ്. നമുക്കതിന് വേണ്ടി നമുക്ക് എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എത്രത്തോളം നമുക്ക് എത്താൻ പറ്റും. സോ ഇന്ന് ഞാൻ 2:02 നൈറ്റ് ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ സിയാലിലെ ഒരു എയറോ ലോഞ്ചിലാണ്. നമ്മൾ മണി കോൺക്ലേവ് നാളെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തതാണ് മണി കോൺക്ലേവിൻ്റെ സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ. സോ എവറി ഡേ December 18th and 19th ഈ പ്രോഗ്രാം നടക്കുന്നത്. ഒബ്വിയസ്ലി ഇതൊരു കേരളത്തിൻ്റെ എന്താ പറയുക മുഖച്ഛായ തന്നെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാർട്ടപ്പുകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ഇക്കോസിസ്റ്റത്തിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം ഇവൻറ്റുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കേരളത്തിൽ നടക്കുന്നു. ഇതൊക്കെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും മറ്റുള്ള കൺട്രീസിൽ നിന്നും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് വരുന്നു, ഇൻവെസ്റ്റേഴ്സ് വരുന്നു. സോ ഒബ്വിയസ്ലി ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫോർ എനി ഒരു ബിഗിനറായിട്ടുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളുകൾക്കും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും. കാരണം നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പരിപാടികളും നമ്മുടെ നാട്ടിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും നമ്മളെ പോലുള്ള സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തായിരുന്നു ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, എല്ലാവർക്കും സുലഭമായിട്ടും ഇത്തരം പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യാനും അവിടെ പോയിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ച് ഇപ്പം ഇവിടെ നാളെ മണി കോൺക്ലേവിൽ പിച്ചെടുത്തോ എന്നൊരു പ്രോഗ്രാമുണ്ട്. അതിൽ അടിപൊളിയായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് പിച്ചിന് ഒരു $10,000 ഗ്രാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഡെഫിനറ്റ്ലി ഇനിയും ഇവിടെ കേരളത്തിൽ ഉണ്ടാവണം. ഇതുപോലുള്ള ഇവൻറ്റുകൾ ഇനിയും ഉണ്ടാവണം. കാരണം നമ്മളാണ് ഈ കേരളത്തിനായാലും നമ്മുടെ നാടിനായാലും ഇന്ത്യയാണെങ്കിലൊക്കെ മാറ്റിമറിക്കാനുള്ള ജനറേഷൻ എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അടങ്ങുന്ന ജനങ്ങളാണ്. സോ ഓവറോൾ ഇന്നത്തെ ഡേയിൽ ഇന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് രാവിലെ മുതൽ ഈ മീറ്റിങ്ങും ഹെക്റ്റിക്കും പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല മൈഗ്രെയിനും ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി നടക്കുന്നത്. ഒരു കോഫി അടിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, അതിൻ്റെ സ്റ്റോറി ഞാൻ കാണിച്ചു തരാം. ചോക്കോച്ചി എന്ന് പറയും. വെരി പ്രൗഡ്. കാരണം ഞാൻ ജസ്റ്റ് ഇവിടെ കയറിയത് തന്നെ ചോക്കോച്ചിയുടെ ഔട്ട്ലെറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ചോക്കോച്ചി സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ DXito ത്രൂ ആണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. കാരണം അത് വലിയൊരു അച്ചീവ്മെൻറ്റ്. കാരണം ഈ ക്ലയൻറ്റ് നമ്മളിലേക്ക് എത്തുന്നതിന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. അതായത് നമ്മുടെ
ഗൂഗിളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ തിരൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം കേട്ടോ എന്ന് അടിച്ചിട്ട് അവിടെ എൻ്റെ ഫോൺ നമ്പറിൽ കോൾ ചെയ്തിട്ട് എന്നെ കണക്ട് ചെയ്തിട്ടാണ് ക്ലയൻറ്റ് വരുന്നത്. സോ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ടായിരുന്നു നമ്മൾ ഇനീഷ്യലി പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ് നൗ വി ആർ പൊസിഷനിങ് റിസർച്ച് ബാക്ക്ഡ് പെർഫോമൻസ് ആൻഡ് ബ്രാൻഡിങ് ഏജൻസി റൈറ്റ് നൗ. സോ ഇത് നമ്മൾ ഓരോ സമയത്തും നമ്മൾ കാലത്തിനനുസരിച്ച് ഇവോൾവ് ചെയ്ത് പുതിയ എന്താ പറയുക തലത്തിലേക്ക് നമ്മളും എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കണം. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള എക്സ്പെർട്ടൈസ് ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ഒന്നുകൂടി മൈക്രോ നിഷ് ആയ സമയത്ത് ഓവറോൾ 1 year അബോവ് നമ്മൾ ഈ ക്ലയൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ലോങ് ടേമിലേക്ക് പോകാൻ ഉള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല ഞങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മ്യൂച്വലി സംസാരിച്ച് എന്തായതാണ് തൽക്കാലത്തേക്ക് നമ്മൾ അതിൽ നിന്നും ഒന്ന് മാറി നിന്നാണ്. ഇൻ ഫ്യൂച്ചറിൽ ഇൻഷാല്ല നമ്മൾ ഗ്ലോബലി പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി വി ഷുഡ് അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് ക്ലയൻറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഡെയിലി കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടും ഓരോ അച്ചീവ്മെൻറ്റ്സ്, ഓരോ മൈൽ സ്റ്റോൺസും നമ്മളിവർ അറിയിക്കാറുണ്ട്. ഇപ്പം സൽമാൻ ബ്രോ ഇപ്പോൾ ബഷീർക്ക് വിളിച്ചിട്ട് പറയും, സൽമാൻ ബ്രോ നമ്മളെ ഇപ്പോൾ കൊച്ചിയിലെ സിയാലിൽ നമ്മൾ വന്നിട്ടുണ്ട്. സോ അതൊരു ഒരു ഹാപ്പി മൊമെൻറ്റും നമ്മൾ കാണുമ്പോഴും നമ്മൾ എല്ലാം കാണാത്തപ്പോഴൊക്കെ നമ്മൾ വാട്സപ്പിലായിട്ട് മെസ്സേജ് അയച്ചിട്ട് നമ്മളോടത് അറിയിക്കുക എന്ന് പറയുന്നതാണല്ലോ ഒരു ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഏജൻസി ആണെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ ഇന്ന് ആ ക്ലയൻറ്റിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ കൊച്ചിയിൽ ഞാൻ ഇതുവരെ വന്നു നോക്കിയിട്ടില്ല. വെരി ഹാപ്പി ടു സീ ദാറ്റ്. ഞാൻ അതിൻ്റെ ഔട്ട്ലെറ്റ് കാണിച്ചു തരാം. ഈ കോഫി കുടിച്ചിട്ട് അതാണ് ഭയങ്കര. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചോക്കോച്ചി. വെരി ഹാപ്പി. ഇപ്പോൾ നമ്മൾ കൊച്ചി സിയാലിൽ എയറോ ലോഞ്ചിലെ എയറോ ലോഞ്ചിലാണുള്ളത്. പുതിയ ലോഞ്ചാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെരി സർപ്രൈസ് ആയിട്ടാണ്, അവർക്കറിയില്ല. ബട്ട് ഐ വിൽ ഷെയർ ദിസ് വീഡിയോ ടു നമ്മുടെ ബഷീർ ഖാൻ, മുസ്തഫ ഖാൻ, ആൾസോ അബ്ദു ആൻഡ് അഷ്റഫ് ഖാൻ, നമ്മുടെ ചങ്കുകളാണ്. അപ്പം ഇതെന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ബ്രാൻഡിന് വേണ്ടി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ടീം വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബിഗിനിങ് ലെവലിൽ എടുത്തിട്ട് കുറച്ചെങ്കിലും എനിക്ക് നമ്മുടേതായിട്ടുള്ള ഇൻസൈറ്റ്സ് ഇതിന് കൊടുക്കാൻ പറ്റിയത് കൊണ്ട് ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് ഒബ്വിയസ്ലി ബ്രാൻഡിൻ്റെ ഓണേഴ്സ് ആട്ടോ. നമുക്കതിന് ചെറിയൊരു ഭാഗമാകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചെറിയൊരു ഭാഗം ചെറിയ സോഷ്യൽ മീഡിയ സൈഡ്. പക്ഷെ അത് വലിയൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗിനിങ് ഫേമൊക്കെ ആകുന്ന സമയത്ത്, ഒരു മാർക്കറ്റിംഗ് ഏജൻസി ആകുന്ന സമയത്ത് ആ ബ്രാൻഡ് ഡെവലപ്പ് ആകുമ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞ അതിൻ്റെ കിട്ടുന്നൊരു കിക്ക് ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു കിക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും ചോക്കോച്ചിയുടെ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഇതിൽ ജസ്റ്റ് നോക്കിയാൽ സ്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഫൈൻ. കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഇത് കൊച്ചി സിയാലിലാണ് ഈ ഒരു എന്താ ഉള്ളത് ഔട്ട്ലെറ്റ് ഉള്ളത്. ടോട്ടൽ 3 ഔട്ട്ലെറ്റ് ഉണ്ട്. ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഫസ്റ്റ് ഔട്ട്ലെറ്റ് നമ്മുടെ എടപ്പാളാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയ സമയത്ത് ബഷീർക്ക് പറയുന്നു, ബഷീർ ഖാൻ്റെ ഒരുപാട് ഇതിൻ്റെ പിന്നിലുള്ള യാത്രകളും പരിപാടികളും. അപ്പോൾ ചോക്കോച്ചി തുടങ്ങിയ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഷീർ ഖാൻ ഈ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണ്. അപ്പോൾ ആൾ ഓൾറെഡി ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അതൊരു അങ്ങനെ പെട്ടെന്ന് മാറുന്നൊരു അസുഖമല്ല, പക്ഷേ ആൾ കുറച്ച് സ്ട്രോങ് ആണ്. ആ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത്ര വലിയ മാരാരോഗമൊന്നുമല്ല കേട്ടോ. അതായത് ഒരു ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു ചെറിയ കൗണ്ട് പരിപാടികളൊക്കെ. അത് ശരിക്കും എന്താണെന്നുള്ളത് എനിക്കതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയില്ല, പറയാനറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബഷീർ ഖാൻ വീട്ടിലിരുന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള അവിടെ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. നമ്മൾ പുതിയൊരു ബ്രാൻഡ് തുടങ്ങണം, ബിസിനസ് തുടങ്ങണം. അപ്പോൾ അതിനേക്കുള്ള തോട്ടിൽ ആൾക്ക് ഈ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന, കുക്ക് ചെയ്യാന്ന് ഭയങ്കര പാഷനേറ്റാണ്. അപ്പോൾ അങ്ങനെ ഈ കൊറോണ സമയത്ത് പല ഇൻഗ്രീഡിയൻസും പല പരിപാടികളും ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കൊക്കോ പൗഡർ വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നാണ് ആൾക്ക് മനസ്സിലാവണം ഇതിൽ എനിക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അതിൽ പിന്നെ പുതിയ ഇവോൾവ്മെൻറ്റും പുതിയ ടെസ്റ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്ത് കിളിമഞ്ചോറിന്ന് കോഫി ബീൻസ് ഇമ്പോർട്ട് ചെയ്ത് അത് ഏറ്റവും ബെസ്റ്റ് കോഫി ബീൻസ് കൊണ്ടുവന്നു. ബെൽജിയം കൊക്കോ ബീൻസ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പൗഡർ ക്രിയേറ്റ് ചെയ്ത്, അതുപോലെ ഹേസൽനട്ടിൻ്റെ മിക്സ് എല്ലാം വെച്ചിട്ട് ചോക്കോച്ചി എന്ന് പറയുന്ന പ്രോഡക്റ്റ്
ഡെവലപ്പ് ചെയ്തു. നല്ലൊരു ബ്രാൻഡഡ് നെയിം അല്ലേ ചോക്കോച്ചി അല്ലേ? നമ്മളവിടെയൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളെ പേടിപ്പിക്കുന്നുണ്ട്, കോക്കാച്ചി വന്ന് അടിക്കുന്നൊക്കെ പറയും. അതുപോലെ ചോക്കോച്ചി നമുക്കൊരു മലയാളിത്തമുണ്ട് എന്നൊരു ഇന്റർനാഷണൽ ടച്ചും ഉണ്ട്. സോ എന്നിട്ട് ഒരു ടാഗ് ലൈൻ ലെറ്റ്സ് ചായ് എന്ന് പറയുന്നത്, ചോക്കോച്ചി എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ചായ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഡെവലപ്പ് ചെയ്തു. അതൊരു ഹാപ്പിനെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ലെറ്റ്സ് ചായ് എന്നുള്ളൊരു ഡെവലപ്പ് ചെയ്തു. അത് എനിക്ക് ബ്രാൻഡ് മന്ത്ര എന്ന ടീമാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്തത്, റബി. സോ അന്ന് നമ്മളും അവരും നമ്മൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈഡ് മാത്രമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ അവരാണ് ചെയ്തത്. സോ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ എവറി ഡേ ചോക്കോച്ചി എന്ന് പറയുന്ന എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റോറി പറയാമെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സോ മുസ്തഫ ആൻഡ് ബഷീർ അഷ്റഫ് ഖാൻ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാജുലേഷൻ. ഈ ഒരു സ്റ്റോറിൽ ഞാൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. ഇത് വന്ന സമയമാണ് രസം. 2:45 രാത്രി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് മണികോൺ ക്ലബ് ഇപ്പോൾ ഈ ലോഞ്ചിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെ രസമുണ്ട്. 12 മണിക്ക് ശേഷം ഇങ്ങോട്ട് കയറാൻ നമ്മൾ ലോഞ്ച് ആക്സസ് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറാമെന്ന് പറഞ്ഞു. 10 മണിക്ക് ശേഷം, ലോസ്റ്റ് 10 മണിക്ക് ശേഷം. അപ്പോൾ 12 മണി കഴിഞ്ഞുകൊണ്ട് 10 മണി കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മളൊരു 500 റുപ്പീസ് പേ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. പക്ഷെ അതിൽ കോംപ്ലിമെൻ്ററി കോഫി ആൻഡ് കുക്കി ഉണ്ടാവും. ഇങ്ങോട്ട് കയറി ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്തു. ആൻഡ് അതിനിടയിൽ ഞങ്ങളൊരാൾ സുഹൃത്തിനെ പരിചയപ്പെട്ടു. കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തു. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എന്താണ് പരിചയപ്പെട്ടതെന്നൊക്കെ. സോ എനിവേ ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റിൽ ഫോക്ക് ആൻഡ് ഫാബ് ന്യൂസ് ഒരു പുതിയ ക്ലയൻറ്റ് നമുക്ക് ഓൺബോർഡ് ആയിട്ട് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. ഫോക്ക് ആൻഡ് ഫാബ്, അതായത് അതൊരു അപ്പറൽ ബ്രാൻഡാണ്. അപ്പറൽ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള അടിപൊളി സ്റ്റോറിയുള്ള ഒരു D2C സെഗ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഷോപ്പിഫൈ ഡെവലപ്മെൻറ്റും പ്ലസ് അതിൻ്റെ പെർഫോമൻസ് മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, ബ്രാൻഡ് സ്ട്രാറ്റജി എന്നീ സെഗ്മെൻറ്റിലാണ് ഇനിയിപ്പോൾ DX2 അടുത്ത 6 മന്തിലേക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത്. ആൾസോ SEOൻ്റെ സെഗ്മെൻറ്റും ഉണ്ട്. നമ്മൾ മോർ കോൺഫിഡൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SEOയിൽ പേഴ്സണൽ ബ്രാൻഡിങ് കൺസൾട്ടൻറ്റ്, ജസ്റ്റ് സെർച്ച് പേഴ്സണൽ ബ്രാൻഡിങ് കൺസൾട്ടൻറ്റ്, യു ക്യാൻ സീ മൈ ബയോ. എൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവിടെ റാങ്ക് ചെയ്ത് കാണാൻ പറ്റും. അത് വേൾഡിൽ എവിടെ നിന്ന് സെർച്ച് ചെയ്താലും കാണാൻ പറ്റും. അതാണ് അതിൻ്റെ മറ്റൊരു രസം. നമ്മുടെ ടീം അത്രയും SEO സ്ട്രോങ് ആണ്. ദെൻ ഓൾസോ ടൂർസ് ആൻഡ് ട്രാവൽസ് കേരള എന്ന് പറയുന്നത് ഗ്രീൻ അനാലിസിസ് നമ്മൾ റാങ്ക് ചെയ്ത് കൊണ്ടുവന്നു. ഏകദേശം 30th പേജിലൊക്കെ ആയിരുന്നു. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സെഗ്മെൻറ്റ് നമ്മളിപ്പോൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ താങ്ക് യു വെരി മച്ച്. ഈ ഒരു ഹാപ്പിനെസ് കൂടെ നമുക്ക് നല്ലൊരു പുതിയ ക്ലയൻറ്റ് കൂടി ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ദിസ് ഈസ് ദ ന്യൂ അപ്ഡേറ്റ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ ബൈ, ഗുഡ് നൈറ്റ്.